കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല നാടൻ രുചിയിലെ ഒരു കാളാഞ്ചിയുടെ മീൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പവനമാമയ്ക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ഈ കാളാഞ്ചി. അപ്പോൾ അവർ വെക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കാളാഞ്ചിയാണ് എടുത്തിരിക്കണത്. ഞാൻ അതിൽ പകുതി വറുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കണത്. പകുതിയാണ് ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള ഉലുവയാണ്. അത് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-20 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല പോലെ വഴന്ന് വരണം. ബ്രൗൺ കളറൊന്നും ആവേണ്ട ഉള്ളിയൊക്കെ നന്നായി ഒന്ന് ട്രാൻസ്പാരൻ്റായിട്ട് വന്നാൽ മതി. ബ്രൗൺ കളറിലാക്കി ആക്കണ്ട, കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും പിന്നെ വരിക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത്. ഇവിടെ മുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരിയും ചില്ലിയും, 1 ടീസ്പൂൺ ശരിക്കുള്ള എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നല്ല പോലെ മൂത്ത് വരട്ടെ, നല്ല മൂത്ത മണമൊക്കെ വരും കേട്ടോ. ആ സമയത്ത് നമ്മളിതിലേക്ക് ഞാനിവിടെ 1.5 മുറി നാളികേരം ചെരുകിയിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2-ാം പാലും 3-ാം പാലും ഏകദേശം 2 കപ്പ് ഉണ്ടാവും, രണ്ടും കൂടിയിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല പോലെ തിളച്ച് വരട്ടെ. ഞാനിനി ഈ മീൻ കറി മാങ്ങ ഇട്ടിട്ടാണ് വെക്കണേ കേട്ടോ. അപ്പോൾ മാങ്ങ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മീൻ. അപ്പോൾ എനിക്ക് നല്ല അടിപൊളി മാങ്ങയൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ ഒരു പച്ചമാങ്ങയാണ്, കുറേശ്ശെ പുളിയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 2 ചുള കുടപ്പുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ 2 ചുള കുടപ്പുളിയും കൂടെ ഇടുന്നുണ്ട്, പുളിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം കുടപ്പുളി ഇടാൻ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുടപ്പുളി ഇട്ടാൽ ഭയങ്കര പുളിയായിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മുടെ ഈ ചാറ് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പറക്കിയിട്ട്. അപ്പോൾ ഈ മീൻ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് നേരത്തെ വേവൊന്നുമില്ല ഇതിന് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പെട്ടെന്ന് തന്നെ വേവണ കാരണം ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ച് ആവശ്യത്തിന് നാളികേരപ്പാലാക്കി വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ ഒരു 1/2 കപ്പിൻ്റെ താഴെ കണ്ടിട്ട് നല്ല കട്ടിപ്പാൽ, 1-ാം പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല പോലെ ചട്ടി തന്നെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. കാരണം സ്റ്റവ് ഓഫ് ചെയ്താലും ചട്ടിയുടെ തിളവൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്നും കൂടെ കാച്ചി വീത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 10-12 ചുവന്നുള്ളി നല്ല പോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണിത്. അതിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില വളരെ നല്ല മണം രുചിയൊക്കെ വരുന്നതാണ് കറിവേപ്പില കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ആയി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവയാണ്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ മീൻ കറിക്ക് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഉലുവ ചേർക്കരുത്, കയ്പ്പ് വരും. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല നാളികേരപ്പാൽ ഒഴിച്ച് നമുക്ക് നാടൻ മീൻ കറിയാണ്, വളരെ രുചികരമാണ്, അത്രയും ടേസ്റ്റായിട്ടുള്ള മീൻ കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.